അപ്പം നമ്മളുടെ 2025 ക്രിസ്മസ് വന്നു കഴിഞ്ഞ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ റൂബിയുമൊത്ത് നമ്മൾ ക്രിസ്മസ് വിഷസ് തരാറുണ്ട്. ഇത്തവണയും നമ്മൾക്ക് റൂബി ഉണ്ട്. ഞാൻ റൂബിയും കൂടി തന്നെയാണ് ക്രിസ്മസ് വിഷസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ക്രിസ്മസ് വിഷ് ഞാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മിക്കവാറും എനിക്കൊന്നും പറയാൻ സാധിക്കാറില്ല. കാരണം ഇവള് കിടന്നിട്ട് ഭയങ്കര ബഹളം കൂട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയാതെ മെറി ക്രിസ്മസ് പറഞ്ഞങ്ങൾ തീർത്ത് പോവുകയും ചെയ്യണത്. ഇന്നിപ്പോൾ അവള് സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് ക്രിസ്മസിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നക്ഷത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് നക്ഷത്രമാണ്. പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ, ക്രിബ് ഉണ്ട്, ലൈറ്റുകൾ. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് ലൈറ്റുകൾ, ഓർണമെന്റ്സും എല്ലാം ആയിട്ട് നല്ല മനോഹരമാക്കിയിട്ടാണ് നമ്മൾ വെക്കാറല്ലേ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ക്രിസ്മസിന്റെ ആ ഒരു സ്റ്റാർ. ഈ സ്റ്റാറാണ് വഴികാട്ടിയായിട്ട് ജ്ഞാനികളെ ഉണ്ണീശ്വരെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പുൽക്കൂടിന്റെ അവിടെ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും വഴികാട്ടികൾ ആകാൻ ആ ഒരു സ്റ്റാർ പോലെ സാധിക്കണമെന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ അതുപോലെ ഈ ജ്ഞാനികൾ തിരിച്ചു പോയത് പുതിയൊരു വഴിയിലൂടെയാണ്. അവര് പോയ വഴിയും വേറെ, തിരിച്ചു പോണ വഴിയും വേറെതാണ്. അപ്പൊ ഈ വേറൊരു വഴി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തിയിട്ടുള്ള പുതിയൊരു വഴിയിലേക്ക് നമ്മൾ ജീവിക്കുക, തെറ്റുകൾ തിരുത്തി ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴിയിലൂടെയാണ് അവര് തിരിച്ചു പോയതെന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. പിന്നെ നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഈ അലങ്കാരങ്ങൾ, ഓർണമെന്റ്സ് ഒത്തിരി ഇട്ട് അലങ്കരിച്ച് പ്രകാശവും ലൈറ്റ്, സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നമ്മള്. അപ്പൊ നമ്മളുടെ ജീവിതം, നമ്മളുടെ മനസ്സാണ് കേട്ടോ ശരിക്കും ഒരു ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു നമ്മൾക്ക് തരുന്ന ഒരു സന്ദേശം അതാണ്. അതുപോലെ തന്നെ റീത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ല. അപ്പൊ ക്രിസ്മസ് റീത്ത് എന്ന് പറയുമ്പോൾ അനന്തമായ ഒരു സ്ഥലത്ത് ഒരു ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എവിടെയും അതിനൊരു ബ്രേക്ക് വരുന്നില്ല. അനന്തമായ ഒരു ദൈവത്തിന്റെ സ്നേഹം, കരുതൽ, അതെല്ലാമാണ് ക്രിസ്മസ് റീത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് പുൽക്കൂട് അല്ലെ. പുൽക്കൂട് എന്ന് പറയുമ്പോഴത്തേക്ക് നിശബ്ദത, സ്നേഹം, അതൊക്കെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മള് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മമൊക്കെ ഈ ഒരു ക്രിസ്മസിന്റെ ഈ ഒരു ആഗമന കാലത്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് യൂണിറ്റിൽ ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു തന്നു. നമ്മൾ ഈ ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസമൊക്കെ നമ്മൾ ചെയ്യും. ഈ ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പാവപ്പെട്ട, അവർക്ക് നിവൃത്തിയില്ല എന്നൊക്കെ തോന്നുന്ന ചില ഫാമിലിയിലേക്ക് നമ്മളൊരു കവറിൽ പൈസ ഒക്കെ ഇട്ടിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട്. അത് ദാനധർമ്മം അല്ലെങ്കിൽ വസ്തുക്കളായിട്ട്, വീട്ടിൽ വേണ്ട സാധനങ്ങളായിട്ട്, അരിയായി അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ദാനധർമ്മം എന്ന് പറയുന്നതിൽ വലിയൊരു അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് നാളുകളായി സംസാരിക്കാതെ വൈരാഗ്യത്തോടു കൂടി നമ്മുടെ സഹോദരങ്ങളോട്, അയൽവാസികളോട്, ബന്ധുക്കളോട് ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുന്ന കുറെ പേരില്ലേ. അപ്പൊ അങ്ങനെയുള്ളവര് ഈ ഒരു സമയത്ത് അവരുമായി രമ്യതയിൽ പെട്ട് കുറച്ചു നേരം ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത് സംസാരിക്കുക, അത് ഏറ്റവും വലിയ ഒരു ദാനധർമ്മമായിട്ടാണ് സിസ്റ്റർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതെനിക്ക് പുതിയൊരു അറിവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ്. അത് നിങ്ങളിലേക്ക് കൂടി എനിക്ക് ഒന്ന് പാസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് വിഷിലൂടെ അതും കൂടിയിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ പുതുവത്സരം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ച പോലെ തന്നെയാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല. അപ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി ഒരു പുതിയ ഒരു ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ച് ഓരോ റെസൊല്യൂഷനൊക്കെ എടുക്കുമല്ല. അപ്പൊ ആ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് വേണം പുതു വത്സരത്തിൽ മുന്നോട്ട് പോകാനും. അതും കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ പുതിയ ഒരു ജീവിതം അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തിയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എല്ലാവരും കടക്കാൻ ശ്രമിക്കുക. അപ്പോൾ റുബി കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി നമ്മൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിവാണിത്. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ന്യൂ ഇയർ ഈ കൂട്ടത്തിൽ ഞാൻ ആശംസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് തെറ്റ് തിരുത്തി പുതിയ വഴിയിലൂടെ പോവുകയും ഒരു നക്ഷത്രമായി നമുക്ക് വഴികാട്ടികളാകാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത് റൂബി വരുന്നതിന് മുമ്പ് ക്രിസ്മസിന് നമ്മൾ ചാനലൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. പിന്നെ ഇത് റൂബി വന്നതിന് ശേഷമാണെങ്കിലും റൂബിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ ഇങ്ങനെ
ഞാൻ മാത്രമായിട്ട് തന്നെ എടുത്ത ഒരു ക്രിസ്മസ് വിഷസ് ആയത് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട്. ഇതാണ് റൂബിയുമായിട്ടെടുത്ത ആദ്യത്തെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ അതിന് മുൻപത്തത് റൂബി ഉണ്ടെങ്കിൽ റൂബിനെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തെ ക്രിസ്മസ് വിഷസ് ചെയ്ത ഒരു ഫോട്ടോ. പിന്നെ ഇതും അതിന് ശേഷം ഒരു ക്രിസ്മസ് വിഷ് ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ റെഡ് ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഒരു റെഡും വൈറ്റും കൂടി ഇടണമെന്ന് തോന്നിയിട്ട് അടുത്തൊരു വർഷം റെഡും വൈറ്റും ഇട്ട്, പിന്നെ ഒരു വർഷം ഞാനൊരു ഗ്രീൻ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ വൃത്തിയുള്ളത് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അത് നോക്കിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സ്ക്രീൻഷോട്ടാണ് എടുത്ത് കാണിച്ചത്. പിന്നെ അടുത്ത വർഷം വീണ്ടും റെഡും വൈറ്റും ചേർന്നിട്ടുള്ളത് ആക്കി. പിന്നെ ഇത്തവണ നമ്മൾ ഇപ്പോൾ കണ്ട ആ ഒരു ഗ്രീൻ കളറ്. അപ്പോൾ ഇതൊരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. ശരിക്കും ഞാനപ്പോൾ ഒരു 2 നൈറ്റ് ഡ്രസ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്രിസ്മസ് പ്രിൻ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഇത് ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തൊരു ഇത്തവണത്തെ വിഷസിൻ്റെ ഒരു ഫോട്ടോയാണത്. അപ്പോൾ ഇല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് വെക്കണം കേട്ടോ. നല്ല സ്റ്റീലിൻ്റെ വലിയ ഡബ്ബ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഈവാണ് എങ്കിലും ഞാൻ വീഡിയോ ഇട്ട്, ഇതുവരെയും ഞാനങ്ങനെ ക്രിസ്മസിൻ്റെ തലേന്നൊന്നും വീഡിയോ ഇടാറില്ല. ഇന്നിപ്പോൾ ഏതായാലും എടുത്ത വീഡിയോകൾ അങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾക്ക് 2 ആവശ്യങ്ങൾക്ക് പോകേണ്ടതും. ആലപ്പുഴ അല്ലേ? ആലപ്പുഴയിൽ. അപ്പോൾ ഞാൻ പോകണില്ല. പപ്പ ഒറ്റക്കാണ് പോണത് ഫംഗ്ഷന്. ബൈക്കിനാണ് പോണത്. എൻ്റെ മുന്നേ ഇത്രയും ദൂരെ പോകണം. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഞാനും റോജറും കൂടി. റയൻ ഇവിടെ ഉണ്ട് റൂബിനെ നോക്കാൻ. ബൈക്ക് പുറത്തിരിക്കണല്ലേ? എന്താ വേഗം വിട്ടോ. ഓക്കെ. ഇരുന്നോട്ടെ, എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പൊട്ടക്കണ്ണം വെച്ച് നിൽക്കണ്ടല്ലോ. അപ്പോൾ പപ്പ പോയി, ഞാനും കൂടെ പോകേണ്ടതാണ്. എങ്കിലും ഒത്തിരി ദൂരം ആയതുകൊണ്ടും അടുത്തതിന് കല്യാണം ഉടനെ തന്നെയുണ്ട്. അത് എൻഗേജ്മെൻറ്റിനാണ് പപ്പ പോണത്. അപ്പോൾ ഇപ്പോൾ എൻഗേജ്മെൻറ്റിന് പപ്പ പോയിട്ട് ഇന്ന് വേറൊരു കല്യാണമുണ്ട് ഞങ്ങൾക്ക്, അതിന് ഞങ്ങൾ പോയിക്കോളാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഇപ്പം ഞങ്ങൾ 2 ആളും കൂടിയാണ് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ആ ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല. ആകെ തളർന്ന് മാറി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒരെണ്ണത്തിന് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും റോജറും പള്ളിയിലേക്ക് പോന്ന്. റയൻ ഏതായാലും റൂബിനെ നോക്കാൻ നിൽക്കാതെ നിവർത്തിയില്ല. അപ്പോൾ റയൻ വന്നില്ല. അപ്പോൾ ദേ പള്ളിയിൽ അലങ്കാരങ്ങളൊക്കെ ഏറെക്കുറെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ലൈറ്റ് വെച്ചിട്ടുള്ള പന്തൽ, അതൊക്കെ അപ്പുറത്ത്. അത് ഇപ്പോൾ പകൽ സമയത്ത് കാണാൻ പറ്റില്ല. അത് കുറച്ച് ഇത് രാത്രി ഇട്ട് കഴിയുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ റോജറും കൂടി മസാല ദോശ കഴിക്കാനൊക്കെ പോയതിന് ശേഷം പിന്നെ മട്ടാഞ്ചേരി കൂടിയൊക്കെ കറങ്ങി ജ്യൂസ് സ്ട്രീറ്റും എല്ലാം കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയേട്ടാ. അപ്പോൾ നമ്മൾ ഈ കാശി ആർട്ട് കഫേ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത് പോയില്ലേ, അവരുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കാശിയുടെ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു, അവരുടെ ഈ നേരെ കാണുന്നത്. അപ്പോൾ അതേലെ അസതോമ സത്കമയ തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ ഇങ്ങനെ എഴുതി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ കാർണിവലിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എൻ്റെ കാര്യങ്ങളുടെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പ്രോഗ്രാമുകളായിട്ട് നമ്മളുടെ നാട്ടിൽ എല്ലാ ദിവസവും അരങ്ങാണ്. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് അത് കെട്ടി അടച്ച് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്തൊരു സങ്കടം മാത്രമല്ല. ഇത് കണ്ട് ഇതുപോലെ കെട്ടി അടച്ചേക്കണേ. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും ഗാനമേളയാണ്, ഓരോ ബാൻഡിൻ്റെ ഗാനമേളയാണ്. ഓരോ ആളുകൾ ഓരോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുന്നത്. DJ അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേട്ട് നമുക്കിരിക്കാം. പക്ഷെ കുറച്ച് അസ്വസ്ഥതയുണ്ട്. ഭയങ്കര സ്പീക്കർ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വീട് മൊത്തത്തിലേക്ക് കിടന്ന് കുലുങ്ങനെയാണ്. ജനലുകളും എല്ലാം കിടന്നിങ്ങനെ കുലുങ്ങനെയാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മളുടെ ഇവിടെ DJ പാർട്ടി വർഷങ്ങൾക്ക് മുൻപ് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ സ്പീക്കറാണ് അവർ വെച്ച് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീക്കറിൻ്റെ പ്രകമ്പനം കൊണ്ടിട്ട് നമ്മളുടെ ഒരു ഗ്ലാസ്, ഒരു റൗണ്ട് ഗ്ലാസ് മാത്രം ഇട്ടിട്ടുള്ള ഇങ്ങനെ തുറക്കാത്തത്, നമ്മൾ ജനലുകൾ തുറന്നിടുമ്പോൾ എയർ പാസിംഗ് ഒക്കെ വരും. അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ അതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. എങ്കിലും അത് ഞങ്ങളിങ്ങനെ പൊട്ടി താഴേക്ക് വീണില്ല, വലിയ പൊട്ട് വീണിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് എല്ലാ ജനലുകളും കിടന്ന് കുലുങ്ങി ഇങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആഘോഷങ്ങൾ വേണമല്ല. അപ്പോൾ അതിൻ്റെ
സന്തോഷങ്ങളും ഉണ്ട്, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക്. മസാല ദോശ ഞങ്ങൾ കഴിച്ചിട്ട് റയന് മേടിച്ചിട്ട് വന്നേക്കണേ. റയ വന്നില്ലല്ലോ. റയനെ ഞങ്ങൾ ഷെയർ ഓട്ടോയിലെ പോലെ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചതെന്ന് 2 ഫാമിലി അല്ല, ഒരപ്പനും മോനുമാണ്. ഞാനൊരമ്മയും മോനും. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഒരു ഫാമിലിയായി. അപ്പനും അമ്മയും 2 മക്കളും ഫാമിലിയായി. ഇവനെ പോലെയുള്ള ഒരു വലിയക്കനായിരുന്നു. അവരും വിചാരിക്കും നാട്ടുകാര് എന്ത് കൂട്ടായ്മയാണ് ആ ഫാമിലിക്ക്. അത് തന്നെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്. ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് ഈ ഒരു ടെഡീനെ ഞാൻ മോളിൽ റോജറിൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അതെടുത്ത് താഴെ കൊണ്ടുവന്ന് ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ച്. പക്ഷേ റോജർ അത് തിരിച്ച് മേടിച്ച്. കാരണം ഇതൊരു ബാഗിലിടുന്ന ടാഗാണ്. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാമല്ല. അപ്പം ഞാൻ തിരിച്ച് കൊടുത്തട്ടാ. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് സ്റ്റാർബക്സിൽ കോഫി കുടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓഫർ ടൈമിലൊക്കെ ഇവർ പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോഫി കുടിക്കാറുണ്ട് സ്റ്റാർബക്സിൽ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഓഫറിലൊക്കെ ചെന്ന് കഴിക്കുമ്പോഴേക്കും കിട്ടുന്ന ഒരു സംഭവമാണിത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഇത് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് കൊടുത്തട്ടാ. പിന്നെ ഞാനില്ലേ പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് വേഗം തന്നെ എനിക്ക് അത്യാവശ്യം ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ അധികം ബുദ്ധിമുട്ട് ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് മന്തിയാണ് ഇന്ന് വെക്കണത്. കാരണം പപ്പ പോയിട്ടുണ്ടല്ലോ. പപ്പക്ക് പിന്നെ ഉച്ചക്ക് ഭക്ഷണം വേണ്ട. അതുകൊണ്ട് പപ്പക്കായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ മന്തി പെട്ടെന്ന് വറുക്കാത്ത, ഇപ്പം സാധാരണ വറുക്കാത്ത മന്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും. ഗരം മസാലയൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലിൽ നമ്മളത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി സവാളയും ക്യാപ്സിക്കവും കൂടി കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ വെക്കുന്ന അതേ കുറേ തവണ ഇതുപോലെ വെച്ച് അത് ഇപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് നമുക്ക് എളുപ്പവും ടേസ്റ്റും ഉണ്ട്. മറ്റേതിനേലും നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും ഉണ്ടാക്കണമുണ്ട്, കൂടുതൽ അങ്ങനെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ റൈസെല്ലാം ഒന്ന് കുതിർത്തൊക്കെ ഇടണം. അപ്പോൾ ഈ റൈസിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് റൈസ് കാണിച്ചത്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വൈറ്റ്സെല്ല റൈസാണ് മേടിക്കുന്നത്. എനിക്ക് അത് കൂടുതൽ അരിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഈ ആലിബാബ റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല. അത് മേടിച്ചിട്ടാണെങ്കിൽ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുമില്ല. അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എങ്കിലും എനിക്ക് പിന്നെ മേടിക്കാൻ പേടിയാണ്. ഈ വൈറ്റ്സെല്ല അങ്ങനെ വെന്തൊന്നും പോകുന്നില്ല. അതിൻ്റെ ഗോൾഡനും ഉണ്ട്, പുഴുക്കലരി ഉണ്ട് ഗോൾഡൻ കളറിൽ. അതും ഈ ആദ്യമായിട്ടൊക്കെ വെക്കുന്ന ആളുകൾക്ക് ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും വെന്തലിഞ്ഞ് പോകാതെ കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ജീരകശാല റൈസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കൈമ റൈസ് ഉപയോഗിക്കും. എങ്കിലും അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ സെല്ല റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തു, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കാണിച്ചില്ലെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിൻ്റെ മീതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്തിരി പച്ചമുളകൊക്കെ ഇതിൻ്റെ മീതിൽ വെച്ച്, ഇന്നിപ്പോൾ ഇത്തിരി ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ട് അങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ മയണൈസും പിന്നെ ഇത് ഒരു അറബിക് സാലഡ് കൂടി ചെയ്യണം. അപ്പോൾ ഇത് വേഗം അങ്ങോട്ട് ചെയ്തിട്ട് അടപ്പൊഴിച്ചിട്ട് വേണം എനിക്ക് ആ കേക്കിൻ്റെ കാര്യം ചെയ്യാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ല, അവിടെ തന്നെ വെച്ചേക്കണേണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് 3 കേക്ക് ഉണ്ടാക്കി, ഇനി 3 കേക്കും കൂടി ഉണ്ടാക്കണം. അപ്പോൾ 6 കേക്ക്. അപ്പോൾ ഇത് എന്തിനാണ് ഇത്രയും കേക്ക് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. ഓരോരുത്തർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ പൈസക്ക് കൊടുക്കണതല്ല കേട്ടോ. നമ്മളങ്ങനെ പൈസക്ക് ആർക്കും ഇത് ഓർഡർ പിടിച്ച് കൊടുക്കാറില്ല. അത് പപ്പയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓർഡർ പറയാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഞാനങ്ങനെ ഓർഡർ എടുക്കാറില്ല, പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ബീറ്റർ ഇത്തിരി പണി മുടക്കുന്നുണ്ട്. പപ്പയില്ലല്ലോ ഇവിടെ. പപ്പയാണെന്നുണ്ടെങ്കിൽ പപ്പ അപ്പം തന്നെ ശരിയാക്കി തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീറ്റർ കളയാൻ കാലമായി എന്ന് എനിക്ക് മനസ്സിലായി. അധികം ബീറ്റർ വെച്ച് ഉപയോഗം ഇല്ല നമുക്ക്, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ബീറ്ററൊന്നും മേടിച്ച് വെക്കാത്തത്. അപ്പോൾ ഇനി ഒരു ബീറ്റർ എന്തായാലും മേടിച്ച് വെക്കണം, വൃത്തിക്കുള്ള ബീറ്റർ. ഇത് ഏറ്റവും കുറഞ്ഞൊരു ബീറ്ററാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഏറ്റവും നല്ലതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടാകുന്നില്ല. ഏതായാലും ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഇതെൻ്റെ കയ്യിൽ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ
അധികം ബീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. ആകെപ്പാടെ വിപ്പിംഗ് ക്രീമാണ് ഞാനിത് വെച്ച് ബീറ്റ് ചെയ്യുകയാണ്. ഇത്തവണ പക്ഷേ ഇത്തിരി കൂടുതൽ ഉപയോഗിച്ച് ഈ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ പപ്പ വന്നു കഴിഞ്ഞിട്ട് പപ്പക്ക് പിന്നെ ഇരിക്കാൻ നേരം കിട്ടിയില്ല. കാരണം ഞാൻ പപ്പ കയറി വന്നതാ പപ്പ ഇത് ഇങ്ങനെ കേടായിപ്പോയി എന്ന് പറഞ്ഞതാ. അപ്പം തന്നെ അതിൻ്റെ പണി ഇങ്ങോട്ട് തുടങ്ങി, അത് അഴിച്ചൊക്കെ ശരിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം പോയി. ഞാൻ പറഞ്ഞു തന്നെ പിന്നെ ഞാൻ ഈ മുട്ട ഇങ്ങനെ കുറച്ച് ബീറ്റ് ആകുകയും ചെയ്തേ. അപ്പോൾ പിന്നെ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കേടായി പോവുക, ഇത് കേക്ക് നന്നായിട്ട് വന്നില്ലെങ്കിൽ എന്നുള്ളൊരു സംശയത്തിൽ ഞാനത് നമ്മളെപ്പോഴും ചെയ്യണ പോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവർ ഇപ്പം തന്നെ ശരിയാക്കാം എന്നും പറഞ്ഞ് അങ്ങനെ സമയം ഇങ്ങോട്ട് പോയി. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള നേരമായി. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അത് വന്നെടുത്ത് ആകെ വട്ട് പിടിച്ച ഒരു സമയത്തെ സീനാണിത്. അപ്പോൾ റോജർ കഴിക്കാൻ വന്നിരുന്നു, അതേ റോജറിന് കൊടുത്തു. റയന് പിന്നെ കഴിച്ചില്ലേലും കുഴപ്പമില്ല, എന്തായാലും ഇതൊന്ന് നന്നാക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഒരു വലിയൊരു വയറൊക്കെ ഫിറ്റ് ചെയ്ത് നീളത്തിലാക്കി തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്യണേണ്. കാരണം അതിൻ്റെ ചെറിയ വയർ കേടായിപ്പോയി. അപ്പോൾ ആ വയർ മാറ്റിയിട്ട് ഈ പപ്പ ഇത് മുറിക്കണ്ടല്ല എന്ന് പറഞ്ഞിട്ട്, കാരണം ഈ ബീറ്റർ ഇതോടുകൂടി ഞാൻ കളയണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുറിച്ച് സെറ്റ് ചെയ്യുന്നതും വേണ്ട, കാരണം പിന്നെ നമുക്ക് നീളത്തിൽ ഉപയോഗിക്കേണ്ട സമയത്ത് അത് പറ്റാതെ വരുമല്ല, വെറുതെ മുറിച്ച് കളയേണ്ട ഇത്തിരി നേരത്തേക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് വലിയ വയർ തന്നെ ഇട്ടോ എന്നും പറഞ്ഞിട്ട് പപ്പ വലിയ വയർ സെറ്റ് ചെയ്ത് തന്നപ്പോൾ നീളത്തിലുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ചെയ്യണേ കേട്ടോ. അപ്പോൾ റോജർ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ റയൻ്റെ അടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് റയൻ അങ്ങനെ നിൽക്കണില്ല. മമ്മി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ പൊള്ളിയിരിക്കണോണ്ട് തന്നെ അവന് ടെൻഷനാണ്. ഇനിയും അത് വെക്കുന്ന കേക്ക് ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് കൈ പൊള്ളിയ 2 വിരലുകൾ. പക്ഷേ നമുക്ക് ചെറിയ പൊള്ളലാണെന്നുണ്ടെങ്കിലും ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു മരുന്നില്ലേ, ഞാനിത് കാണിച്ചു തരാം. ഈ ഒരു മരുന്ന് നമ്മൾ മേടിച്ചിട്ട് സ്ഥിരമായി വീട്ടിൽ അടുക്കളയിൽ തന്നെയൊക്കെ വെച്ചേക്കുക. ഇങ്ങനെ എന്തെങ്കിലും പൊള്ളലുണ്ടെങ്കിലേ പെട്ടെന്ന് എടുത്ത് പെരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പർ സഹിതം ഞാൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് കോൺടാക്ട് ചെയ്ത് മേടിക്കുകയോ വല്ല ചെയ്യും. ഞങ്ങൾ പോയി മേടിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് 1-2 കൊല്ലം ആയിട്ടുണ്ട്. എങ്കിലും നമ്മൾക്കിത് എപ്പോഴും വർഷങ്ങളോളം വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കൊരു അത്ഭുതം വരുന്നതാണ്. ഈ പൊള്ളലേൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ ഒരുപാട് കൊമളച്ചൊന്നും വരുമൊന്നുമില്ല, വേദനയൊക്കെ കുറയും. പെട്ടെന്ന് തന്നെ ആ സ്കിന്ന് നോർമൽ സ്കിന്ന് പോലെ തന്നെ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഫോൺ നമ്പർ അടക്കം കാണിച്ചാണ് കേട്ടോ. ആവശ്യക്കാർ ഇത് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ് ഓരോ വീടുകളിലും. അപ്പോൾ അതൊന്ന് കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ നിങ്ങളത് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ റയൻ ഇങ്ങനെ ടെൻഷനാണ് കേട്ടോ. മമ്മി ഞാൻ വെക്കാം എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വെച്ചത് ചരിഞ്ഞ് പോകൂടാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കേക്ക് ഞാൻ തന്നെ വെച്ചു. അപ്പം പറഞ്ഞു ഇല്ല ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കേക്ക് വെച്ചതാ ചരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് ചരിഞ്ഞ് പോകുമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ വെക്കുമ്പോൾ പോലും ചരിഞ്ഞ് പോകും. അപ്പം നീ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിനക്കത് മനസ്സിലാവില്ല, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നോക്കി വെക്കും. അപ്പോൾ റയനും ദേഷ്യം വരുവേ. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളി അല്ലെങ്കിൽ മുറിഞ്ഞെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്താണോ താൻ നോക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ പറയും കേട്ടോ. അപ്പോൾ നോക്കി നിൽക്കണേണ് ഇനിയും എൻ്റെ കൈ കുഴപ്പങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടി. അത്രയും കെയറിങ് ആണ് റയന്. അപ്പോൾ അങ്ങനെ അവനത് നിന്ന് എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ കേക്ക് എല്ലാം ഉണ്ടാക്കി പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതും തുടക്കാനും ഇടിക്കാനൊക്കെ ഉള്ളതൊക്കെ ചെയ്തതിന് ശേഷം ഒരു 8 മണിയോട് കൂടിയിട്ട് കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞത് പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മരുമോളിൻ്റെ ആങ്ങളുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അത് നമ്മളുടെ അടുത്ത് തന്നെയാണ്. ബിഷപ്പ് ഹൗസിൻ്റെ മുന്നിൽ ഓപ്പോസിറ്റായിട്ട് ഒരു ഇങ്ങനെ കല്യാണം ഒക്കെ നടത്തുന്ന ഒരു തുറന്നിട്ടേക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ പുറകിലൊരു ബംഗ്ലാവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടാണ് വിവാഹ റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ബിഷപ്പ് ഹൗസിൻ്റെ ആ ഒരു വഴിയാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാനേ പറ്റാതെ 1/2 മണിക്കൂറോളം നമ്മൾ വഴിയിൽ പെട്ട്, അത്ര തിരക്ക്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ സ്ഥലത്തെത്തി. പാർക്കിങ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിത് പരേഡ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. ഡോഗുകൾ, പെറ്റ്സ്, ഒരുപാട് പേര് ആളുകളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പല പല ഡ്രസ്സുകളൊക്കെ ഇടിച്ചിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മളുടെ റൂബിനെ എങ്ങനെയും കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ നമ്മൾ ഇതേ വാടത്തഴ ലൈനിലുള്ള ആ ഒരു ഹോളെന്ന് പറയാൻ പറ്റില്ല, ഓപ്പൺ സ്പേസാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടാണ് അങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഇരുട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ നല്ല ഒരു രസമാണ് അവിടെ കൂടിയൊക്കെ നടക്കാനായിട്ട്. ആ ഒരു വഴിയൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതേ ഇത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബിഷപ്പ് ഹൗസ് ഉള്ളത്. അപ്പോൾ ഇതാണ് CSI ഹെറിറ്റേജ് ബംഗ്ലോ ഫോർട്ട് കൊച്ചി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബംഗ്ലാവാണ്, ബംഗ്ലാവിൻ്റെ മുറ്റമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ബംഗ്ലാവും കൂട്ടത്തിൽ നമുക്ക് തരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1 ലക്ഷം രൂപയോളം പെർ ഡേ റെൻറ്റ് വരുന്നുണ്ട്. ഇത് മാത്രമാണെങ്കിൽ, മുറ്റം മാത്രമാണെങ്കിൽ 80,000 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് റൂണയുടെ മോള് ആവ്രില്. ഈ റൂണയുടെ ആങ്ങളുടെ മോളുടെ കല്യാണത്തിനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ റൂണ എന്ന് പറഞ്ഞത് ഈ പച്ച ചുരിദാറിട്ടിരിക്കുന്നതാണ്. അപ്പോൾ പപ്പയുടെ അമ്മയുടെ ഫാമിലിയിലേക്ക് കെട്ടി വന്ന 4 മരുമക്കളാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഏറ്റവും മൊത്തം ആങ്ങളുടെ 2 മരുമക്കളാണത്. പിന്നെ അതിൻ്റെ കീഴിൽ 2 സഹോദരിമാരുടെ മരുമക്കളാണ് ഞാനും റൂണയും. അപ്പം അങ്ങനെ ഇവർ 3 സഹോദരങ്ങൾക്ക് വീട്ടിലേക്ക് കെട്ടി വന്ന 4 മരുമക്കളാണ് ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കുക, മെസ്സേജ് ഇടുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേ ആ ഒരു ആത്മാർത്ഥമായ ബന്ധം എന്നും ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന 4 പേരാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അന്നത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ കൂടിയതാണ് കേട്ടോ, അതിൻ്റെ ഫോട്ടോയാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ വന്ന് ആദ്യം പല ടൈപ്പ് ചായകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇതേ മോമോസ്, പിസ്സ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ മെയിൻ കോഴ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഏറ്റവും തുടക്കവും ഒടുക്കമാണ് ഞാൻ ആകെ കാണിച്ചത്. മെയിൻ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചില്ലി പോർക്ക്, ചിക്കൻ ഫ്രൈ, ബീഫ് മപ്പാസ്, പൊറോട്ട, പിന്നെ വെള്ളയപ്പം, റുമാലി റൊട്ടി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസാനം ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറേ സാലഡുകൾ, കുറേ സംഭവം എന്നിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ അടുത്തൊരു ദിവസത്തെ വീഡിയോയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ റൂബിയും ഞാനും കൂടിയിട്ടുള്ള ആ ഒരു ക്രിസ്മസ് വിഷസ് എടുത്തത് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് കഴിക്കാനായിട്ട് എനിക്കും പപ്പക്കും പുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് പുട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പാല് മേടിക്കാൻ വേണ്ടിയിട്ട് ബ്ലിങ്കിറ്റിൽ കയറിയപ്പോഴത്തേക്ക് ആശീർവാദിൻ്റെ ഈ ഒരു ആലു പൊറോട്ട, ഇവർക്ക് ആലു പൊറോട്ട വലിയ താല്പര്യമില്ല, എങ്കിലും ഒന്ന് ചൂടാക്കി കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ആലു പൊറോട്ട മേടിച്ച് അതൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കൂടുതൽ പണികളില്ല. തലേദിവസം വെച്ച ചിക്കൻ മന്തിയുടെ ബാക്കി അങ്ങനെ തന്നെയുണ്ട്. ഇവർക്ക് ഓക്കെയാണ്. എനിക്കും പപ്പയ്ക്ക് ഇതിൽ ചോറ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ബ്ലിങ്കിറ്റിൻ്റെ കവറിൽ ഓരോ ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ചിട്ട് ഇതിന്മേൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ കിട്ടിയേക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാവുന്ന ഒരു പേപ്പർ കട്ടിങ്സൊക്കെ ചെയ്തെടുക്കാവുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇതിൽ പ്രിൻ്റ് ചെയ്തേക്കണം. ഒരു സൈഡിൽ ട്രീയും. അപ്പം നമുക്ക് ഇത് എന്താണെന്നൊന്ന് എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് റൈനെക്കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഇതിനിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ട്രീ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതൊക്കെ തൂക്കിയിടെങ്കിലും ഒന്നും ചെയ്തില്ല കേട്ടോ, കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കിയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് കല്ല് പോലെ ഇരിക്കുന്ന ഈ ഒരു ആലു പൊറോട്ടയാണ് കേട്ടോ. 4 എണ്ണം, എനിക്കൊന്നിന് 135 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം അതിൻ്റെ വില കേട്ടോ. വിലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നെയ്യ് എന്തെങ്കിലും ഇട്ടൊന്ന് മറിച്ചും തിരിച്ചൊന്ന് ചൂടാക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ടാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിട്ട് നമ്മളുടെ ആദ്യം കാണിച്ച വിഷസ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അതിന് കുറേ സമയം വേണം, കാരണം നമ്മൾ റൂബി അങ്ങനെ ഇരുന്ന് തരൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് ഇടച്ചിൽ വന്നിട്ട് പിന്നെ അവളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ജെർക്കിയൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഒക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ റൂബിക്കുഞ്ഞ് ക്രിസ്മസിന് വെക്കുന്ന ആക്സസറീസാണ് കേട്ടോ. അതിൻ്റെ കണ്ണടയും ഒക്കെ അതൊന്നും ഇത്തവണ വെച്ചില്ലായിരുന്നു. അതങ്ങനെ എടുത്ത് വെച്ചെങ്കിലും ഒന്നും വെച്ചില്ല. പിന്നെ റൂബിക്കുഞ്ഞിന് കുറച്ച് തൊപ്പികളൊക്കെ ഉണ്ട്, കുഞ്ഞു തൊപ്പി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെൻ്റെ തൊപ്പിയാണ്. ഓരോ വർഷവും ഇങ്ങനെ ഓരോ തൊപ്പികളൊക്കെ മേടിക്കും. അപ്പോൾ ഇത് ലുലുമോളിൽ നിന്ന് മേടിച്ച തൊപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തൊപ്പിയാണ്. പിന്നെ കുറേ തൊപ്പികളുണ്ട് കേട്ടോ. അത് കുറേയൊക്കെ കട്ട് ചെയ്തെടുത്തൊക്കെയാണ് ഞാൻ നമ്മുടെ ബോട്ടിൽ
നടുവിലിന് ക്യാപ്പ് തൊപ്പി ഉണ്ടാക്കിയതൊക്കെ. പിന്നെ ഇത് ലൈറ്റ് കത്തുന്ന തൊപ്പി ഒരു വർഷത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്തവണ മേടിച്ചത് ഈ ഒരു തൊപ്പി, നല്ല രോമത്തിൻ്റെ നല്ല ഫറായിട്ടുള്ള നല്ല ഒരു തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഈ തൊപ്പിക്കൊക്കെ നല്ല വിലയായിട്ടുണ്ടാകുന്നു കേട്ടോ ലുലുമോളിൽ നിന്ന്. അതിൽ കുറച്ച് വേറെ ഒരു സംഭവമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു പപ്പാഞ്ഞിൻ്റെ പോലെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഓരോ പ്രാവശ്യവും എടുത്ത് അങ്ങനെ തന്നെ മടക്കി വെക്കും, നോക്കും. ഇതൊക്കെ സന്തോഷമാണ്. പിന്നെ ഇത് നമ്മുടെ റൂബിക്കുഞ്ഞ് ഓരോ തവണ ഇട്ട ഉടുപ്പല്ലാണ്ട് ഈ ഒരു ഉടുപ്പാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത്. അവൾക്ക് ബനിയാൻ ഓക്കെയാണ്, അവൾക്ക് ഫ്രോക്കൊന്നും ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു പപ്പാഞ്ഞി കുപ്പായം അവളുടെ ആദ്യകാല ക്രിസ്മസിന് മേടിച്ചതായിരുന്നു കേട്ടോ. അത് റോംബറാണത്, കുട്ടികളുടെ ഡ്രസ്സാണല്ല. പിന്നെ അവളുടെ ഇത്തവണത്തെ വൈറ്റ് ഡ്രസ്സാക്കിയതാണ് ഞാൻ. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ആ സംഭവത്തിന് ഒട്ടും തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകുന്നില്ല, ഒരു ഡള്ളായിട്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ തിരിച്ചു കൊടുത്ത് വേറെ മേടിക്കാൻ നേരമൊന്നും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ക്രിസ്മസ് കരോളിന് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രിസ്മസ് കരോളുകാർ. നമ്മളെല്ലാവരും റെഡ് ഡ്രസ്സ് മാക്സിമം ഉള്ളവരൊക്കെ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ കരോളിന് പാട്ടൊക്കെ പാടി. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ സാവധാനം ഇടാം. നല്ല രസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. 6 മണിക്ക് പോയിട്ട് ഒരു 9:30 മണിയോടുകൂടി തീർന്ന് 10:45-50 വീടുകൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഉണ്ണീശ്വനെയും കൊണ്ട് മാതാവും ഔസപിതാവും ഒക്കെ ആയിട്ട് ലൈവായിട്ടുള്ള ഒരു ഇതൊക്കെയായിരുന്നു, നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല പാട്ടും വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാ വീടുകളിലും. പിന്നെ ഇടവഴിയിലൊക്കെയാണ് കൂടുതൽ വീടുകളുള്ളത്. അത് കയറുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചിലപ്പോൾ കയറാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പേര് കയറും, കുറച്ച് പേര് പുറത്ത് വഴിയിൽ നിൽക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതേ മുകളിൽ നോക്കിയാലാണ് ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ സാധിക്കുക. കംപ്ലീറ്റ് കെട്ടി അടച്ചേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പാട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രം. പിന്നെ ഇത് ചൊവ്വാഴ്ച ദിവസമാണ്. അതും കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാനും പപ്പയും കൂടിയിട്ടില്ലേ 2 സ്ഥലത്ത് പോകാനുണ്ടാകും. അപ്പം ഞാൻ നിന്ന പോലെ തന്നെ ഓടിക്കൊണ്ട് പോയതാണ്. കാരണം നമ്മുടെ ഗ്യാസ് 2 കണക്ഷനാണ് നമുക്കുള്ളത്. നമ്മുടെ 2 വീടിൻ്റെ 2 കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കണക്ഷൻ എൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് ഇത് മസ്റ്ററിങ് ഉണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് ഓടിപ്പോയതാണ് കേട്ടോ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പപ്പ എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് ചെറുലായി അമ്പലങ്ങളാണ് ഇവിടെ നിറയെ. അപ്പോൾ ആ ചെറുലായിലൊരു കടയിലാണ് നമുക്ക് വരാനുണ്ടായിരുന്നത്, ഈ ലൈറ്റുകൾ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും പപ്പയും കൂടി ഈ മസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ചെറുലായിലുള്ള ഒരു ഈ ഇലക്ട്രിക് ഷോപ്പുണ്ട്, അവിടെ സ്റ്റാറുകളും എല്ലാം ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ അവിടെ വന്നിട്ട് ലൈറ്റ് മേടിക്കാം. നമ്മളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നീളത്തിലിടാൻ വേണ്ടി ലൈറ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സീരിയൽ ലൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ച്, അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വേർത്ത് കുളിച്ച് നിൽക്കുന്ന രൂപത്തിൽ തന്നെ പോയത്. അപ്പോൾ വേർത്ത് കുളിച്ച ടോപ്പൊന്ന് ഊരി മാറ്റിയിട്ട് കുളിക്കാനൊന്നും നേരമില്ലായിരുന്നു. കാലത്ത് കുളിച്ചതാണ് എങ്കിലും പോകുന്ന സമയത്ത് ആ വേർപ്പിലേക്ക് തന്നെയാണ് ഞാനൊരു ടോപ്പ് എടുത്തിട്ടിട്ട് ഓടിപ്പോയത്. കാരണം നേരമില്ല. പപ്പയാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്, പെട്ടെന്ന് പോയിട്ട് ആ മസ്റ്ററിങ് കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഹോളിഡേയ്സാണ് വരണത്, അവരുണ്ടാവില്ല, ഷോപ്പ് പൂട്ടിയിട്ടേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വൃത്തിക്കൊക്കെ ഇറങ്ങുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് അതൊന്നും നടന്നില്ല. ഏതായാലും പോയി സംഗതികളൊക്കെ കഴിഞ്ഞ് റൂബിക്കുഞ്ഞിനെയും കാറിലൊന്ന് കയറ്റി അകത്തേക്ക് ഇങ്ങനെ കാർ കയറ്റുന്ന സമയത്ത് കറക്കാനൊന്നും കൊണ്ടുപോയില്ല. അവളെ കയറ്റില്ലെങ്കിൽ അവൾക്ക് സങ്കടമാണ്. അവൾ ചോദ്യം ചെയ്യും നമ്മളകത്തോട്ട് കയറുമ്പോൾ, എന്താണ് എന്നെ കയറ്റാത്തതെന്നുള്ള രീതിയിൽ അവളുടെ ഭാഷയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ അവളെയും കൂടി കയറ്റിയിട്ടാണ് അകത്തേക്ക് വന്നത്. അപ്പോൾ അവളുടെ വിചാരം എന്ത് വലിയ ടൂറ് കഴിഞ്ഞ് വന്നേണെന്നാണ് വിചാരം കേട്ടോ. അത്രയും സന്തോഷമാണ് അവൾക്ക് ഓടി വന്ന് കാറിൽ കയറി അകത്തേക്ക് ഇങ്ങനെ കയറി പോരാനായിട്ട്. അപ്പോൾ നമ്മൾ മേടിച്ചതില്ലേ ഈ 3 ലൈറ്റുകൾ. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ വലിയ ബൾബുകൾ ഇങ്ങനെയുള്ള ലൈറ്റും നമ്മുടെ സീരിയൽ ലൈറ്റുകളില്ലേ, മറ്റേ LED അല്ലാത്തതില്ലേ, LED കുഞ്ഞു കുഞ്ഞ് ലൈറ്റല്ലേ. ഇത് LED തന്നെയാണ്, പക്ഷേ ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഉള്ള ആ ഒരു സ്ട്രിപ്പില്ലേ, നമ്മളുടെ രൂപം കൂടുതലൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ല, അതുപോലത്തെ സ്ട്രിപ്പ് കവർ ചെയ്തതാണിത്, പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മഴ പെയ്താലും കുഴപ്പമില്ല, അവിടെ ഇടാം. അപ്പോൾ അതുകൊണ്ട് പപ്പ പറഞ്ഞ് ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഇത് 3 എണ്ണമാണ് എടുത്തത്. ഇത് ഏകദേശം 490 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില കേട്ടോ. ഒരെണ്ണത്തിന് 490 ആണെന്നാണ് തോന്നുന്നത്, 500 താഴെ. അപ്പോൾ അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ കളർ ഒരുപോലത്തെ കിട്ടിയില്ല. ഞങ്ങൾ വാമായിട്ടുള്ള കളർ നോക്കിയിട്ട് അവിടെ അങ്ങനെ വാമായിട്ടുള്ള കളർ ഒരെണ്ണം ഉണ്ടാകുന്നുള്ളൂ, പിന്നെ ഭയങ്കര മഞ്ഞപ്പുള്ള കളർ. അപ്പോൾ അങ്ങനെ 3 കളറായിട്ടാണ് എടുത്തേക്കണത്. 3 അല്ല, 2 എണ്ണം ഒരേ കളർ, ഒരെണ്ണം ഇത്തിരി വാമായിട്ടുള്ള. വാമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. പിന്നെ ഇനി അന്വേഷിച്ച് നടക്കാനുള്ള നേരവുമില്ല, എറണാകുളത്തേക്കൊക്കെ പോകണം. പിന്നെ അതുകൊണ്ട് പപ്പ അത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാ. അങ്ങനെ ഇനി ഇതൊക്കെ പപ്പയുടെ ഒരു പണിയാണ്, ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ. പപ്പ ഇലക്ട്രിക്കൽ വർക്കെല്ലാം നന്നായിട്ട് ചെയ്യും, എല്ലാ പണികളും ചെയ്യും. പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്ക്, അത് ഷിപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ ജോലികളും പഠിപ്പിച്ചിട്ടുണ്ടാകും. കാർപ്പൻട്രി വർക്ക്,
വർക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കപ്പലിലും എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഒക്കെ വരിക അതൊക്കെ അവർക്ക് ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ അവർ തന്നെ ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലും പോർട്ടിൽ ചെന്നാലല്ലേ ആളെ വിളിച്ച് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നുകളാണെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ മരുന്നുകൾ എഴുതുക ഒരു രോഗത്തിൽ, കാരണം അങ്ങനെ നടക്കുകയുള്ളൂ, അല്ലാതെ കരയുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എല്ലാം അവർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ട്രാവൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പ്രസവ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡെലിവറി എടുക്കാനുള്ളത് വരെ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവരുടെ കോഴ്സുകൾ. പിന്നെ നമ്മുടെ റയൻ കൊച്ചു നാട്ടിലുള്ളതുകൊണ്ട് തന്നെയും പപ്പയ്ക്ക് ഹെൽപ്പ് ചെയ്യാനൊരാളായി. റോജർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. റോജറിന് ഇതുപോലെയുള്ള പണികൾ അത്ര ഇഷ്ടവുമല്ല ചെയ്യാനായിട്ട്. പപ്പയ്ക്ക് റയനും മാത്രം ഇഷ്ടം, റിച്ചാർഡും ചെയ്യില്ല. റിച്ചാർഡിന് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ, ആരെങ്കിലും വിളിപ്പിച്ച് ചെയ്യുന്നേ പറയുള്ളൂ. പപ്പയ്ക്ക് പക്ഷേ ഇത് ഒറ്റക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞാനും പറഞ്ഞു പപ്പ പ്രായമായി വരണേണ്, ഇനി മുകളിലൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് ഞാൻ തന്നെ അധികമെന്ന് പറഞ്ഞിട്ടാണ് ആൾ ചെയ്യണം കേട്ടോ. ഒരുപാട് നേരമാകും കേട്ടോ, അത്രയും പണികളുണ്ട്. കാരണം നമുക്ക് ഈ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പോലും നമുക്ക് അറിയില്ല, കൈ കിട്ടിയ പോലെ ഇട്ടേക്കണേണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് മൂടി നിൽക്കുന്ന വീടുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഇടണമെന്ന് ഒരുപാട് നാളായി ഞാൻ ഇവരുടെ പുറകെ നടന്ന് പറയണത്. ഇക്കൊല്ലാണ് അതൊന്ന് സാധിച്ചു തന്നേക്കണം. എങ്കിലും നമ്മൾ അധികമൊന്നും മേടിച്ചിട്ടില്ല. 20 മീറ്റർ ഉള്ളതാണ് ആ ഓരോ കോയിലുകളും. അതിൻ്റെ അകത്ത് അപ്പം 60 മീറ്ററോളം ഈ ലൈറ്റ് ഉണ്ട്. 60 മീറ്ററൊന്നും നമുക്കിത് കംപ്ലീറ്റ് മൂടാനൊന്നും തികയൂല കേട്ടോ. എങ്കിലും അത് മതി. ഒന്നാമത് 500 രൂപ അടുത്ത് വിലയുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരുപാട് മേടിക്കണ്ട, അപ്പോൾ ഒരു 5 എണ്ണം മേടിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. 5 എണ്ണം മേടിക്കണമെങ്കിൽ നല്ല അടുപ്പിച്ചടുപ്പിച്ച് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ആദ്യം നമുക്കൊന്ന് അകത്തി കിട്ടി നോക്കാം, എന്നിട്ട് സാവധാനം മേടിക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ ആകെപ്പാടെ അവശതയിട്ട് നിൽക്കണം കേട്ടോ. കാലത്ത് മുതൽ ഓട്ടമാണ്. അപ്പോൾ പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി ഒന്ന് ചെയ്തതാന്ന് പറഞ്ഞിട്ട് ആ പുള്ളി വന്ന് പറഞ്ഞേക്കണേ. കാരണം ഈ ലൈൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് നല്ല അറിവ് വേണം. ഈ ഇത് നമ്മുടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുക അതിന് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ലൈൻ കൊടുക്കുക, ലൈൻ കുത്തി കറണ്ട് കയറി കഴിയുമ്പോൾ സംഭവം പള്ളിവാസൽ വരെ അടിച്ചു പോകുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് ഈ നാട് മൊത്തിരിട്ടിലായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ റിച്ചാർഡ് പറയും എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് പറയുള്ളൂ. പക്ഷേ പപ്പ ഇതുവരെ തെറ്റിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പപ്പ കറക്റ്റായിട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ 3 മക്കളും ഏതായാലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ പപ്പ ജോലി ചെയ്ത് നടക്കുന്ന ആ സമയത്ത് ഒരു 2 വർഷം മുമ്പ് 3 വർഷം മുമ്പുള്ള ഒരു ക്രിസ്മസിന് പപ്പയ്ക്ക് ഇത് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോലി കഴിഞ്ഞ് നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് അങ്ങനെ ഷിഫ്റ്റ് എടുത്ത് ഒക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാനുള്ള നേരം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു കുട്ടീനെ വിളിച്ച് ചെയ്യിച്ചത്, അന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഓർമ്മയുണ്ടാവും. പുറത്തുള്ളൊരു കുട്ടീനെ വിളിച്ചിട്ടാണ് ചെയ്യിച്ചത്. അത് ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓരോ കൊല്ലം ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുമ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ലൈറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ പപ്പക്കാണ് പണി വരുന്നത്. അപ്പോൾ ഈ ഒരു ബൾബ് പോലെ തൂങ്ങി കിടക്കുന്ന ലൈറ്റൊക്കെ ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം മുമ്പ് നമ്മൾ ഇത് ഷോപ്പ് ആൻഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകുന്നതാണ്. ഇതിനൊക്കെ നല്ല വിലയായിരുന്നു, അന്ന് മേടിക്കുമ്പോൾ നല്ല വിലയുണ്ടായിരുന്ന ലൈറ്റുകളാണ്. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കേടുമില്ല. പിന്നെ 2 സൈഡിൽ കിടക്കുന്ന മത്തങ്ങ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ വെച്ച് കൊണ്ടുവന്ന സമ്മാനമായിരുന്നു. അതും 2-3 വർഷം മുമ്പ്. അപ്പോൾ അതും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് 2 അറ്റത്തും ഒരു മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലിടാനൊരു മത്തങ്ങയുണ്ട്, അത് പപ്പ ഇടാനായിട്ട് ഈ ലാഡർ താഴ്ത്തായതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി പൊക്കി ലാഡർ മുകളിൽ കൊണ്ടുപോയിട്ട് വേണം അത് ഇടാൻ. അപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് ഇനി വന്നേക്കണം, അതും കൂടി ഇടണം. പിന്നെ ഈ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ബൾബ് പോലത്തെ ആ ഓരോ ബൾബിൻ്റെ അകത്ത് ഓരോ പപ്പാഞ്ഞിയും ഒരു ട്രീയും ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഒരു ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ ക്രിസ്മസിന് ശേഷം ആയിരിക്കുള്ളൂ കാണുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടി ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക്